തൃശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പോസ്റ്റർ യുദ്ധം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ക്രൈസ്തവർക്ക് സീറ്റ് വിറ്റുവെന്നും ടാജറ്റും MP വിൻസെന്റും പാർട്ടിക്ക് ആപത്താണെന്നും പോസ്റ്ററിൽ പറയുന്നു. മുൻ മേയർ രാജൻ പല്ലനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയേറിയതോടെയാണ് പോസ്റ്ററുകൾ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് തൃശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പ്രചരണം. സാനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാനു, ഇത് തൃശ്ശൂരിലല്ല, നേരത്തെ പത്തനംതിട്ടയിലും പാലക്കാട്ടും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സീറ്റുകളുടെ പേരിലുള്ള കോൺഗ്രസിൻ്റെ യുദ്ധം അത് പോസ്റ്റർ യുദ്ധമായി മാറിയിരുന്നു. ഈ തൃശ്ശൂരിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടിസ്ഥാനം എന്താണ്? DCC പ്രസിഡന്റിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണോ ഈ പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്? ഗൗതം, എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിക്കൊണ്ട് തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ എതിരെ അല്ലെങ്കിൽ DCC അധ്യക്ഷനെതിരെയുള്ള പോസ്റ്റർ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ റോഡിലാണ്. ഈ പ്രസ് ക്ലബിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ DCC അധ്യക്ഷനെതിരെ DCC അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ യുദ്ധം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നിയമസഭാ സീറ്റ്, അതായത് തൃശ്ശൂർ നിയമസഭാ സീറ്റ് കാശിന് വിറ്റു എന്നും ടാജറ്റും MP വിൻസെന്റും ആപത്തെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പോസ്റ്ററിൽ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ളത്. മുൻ മേയർ രാജൻ പല്ലൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ വ്യാപകമായിട്ട് വരുന്നത്. കാരണം രാജൻ പല്ലനെതിരെ കോൺഗ്രസിൽ തന്നെ മറുവിഭാഗം വലിയ രീതിയിൽ രംഗത്തുണ്ടായിരുന്നു, അല്ലെ വലിയ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്തുണ്ടായിരുന്നു. രാജൻ പല്ലനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കരുതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വലിയ ആരോപണ രൂപേണയൊക്കെ പുറത്തു വന്നതാണ്. രാജൻ പല്ലൻ പല ഡീലുകളും നടത്തുന്ന ആളാണെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഉയർത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും രാജൻ പല്ലനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാജൻ പല്ലന് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്ററൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ ചുവരിൽ, അല്ലെങ്കിൽ പ്രസ് ക്ലബിൻ്റെ തൊട്ട് സമീപമുള്ള പ്രദേശങ്ങളിലാണ് ഈ വ്യാപകമായിട്ട് ഈ പോസ്റ്റർ ഉള്ളത്. മറുഭാഗത്ത് DCC ഓഫീസിന് സമീപവും ഇത്തരത്തിൽ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏതാനും ദിവസം മുമ്പ് TN പ്രതാപനെതിരെയും സമാന നിലയിൽ ഈ പ്രദേശത്ത് തന്നെ, ഈ ഭാഗത്ത് തന്നെ പോസ്റ്ററുകളൊക്കെ വന്നിരുന്നു. 2 കോൺഗ്രസ് പ്രവർത്തകരാണ് അന്ന് പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാവുകയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധിയൊക്കെ. ജോസഫ് ടാജറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പോസ്റ്ററെങ്കിലും ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ വരുന്ന, അല്ലെ പുറത്ത് ലഭിക്കുന്ന വിവരങ്ങൾ. ഗൗതം. ഓക്കെ സാനു, എന്തായാലും തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. തൃശ്ശൂർ DCC അധ്യക്ഷൻ സീറ്റ് വിൽക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സാനു കെ സജീവാണ് വിവരങ്ങളുമായി ചേർന്ന് ഇനിയൊരു